ഇപ്പഴാ വരണത്? ഇതിന് മാത്രം എന്ത് ജോലി അടുക്കളയില്? എന്റെ അമ്മമ്മ തന്നെ ഇത് ചോദിക്കണം. തമ്പുരാനും തമ്പുരാന്റെ ഭാര്യയും മോളും എച്ചിലാക്കുന്നത് മുഴുവൻ കഴുകി വൃത്തിയാക്കണ്ടേ? പണ്ട് കൈസഹായത്തിന് ഒരു ബാല്യക്കാരി ഉണ്ടായിരുന്നു. അവര് വരാതായപ്പോ എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ ചെയ്യുന്നത്. നിന്റെ ഈ കഷ്ടപ്പാടൊക്കെ മാറുവടി. നിനക്കും ഒരു നല്ല കാലം വരും. അമ്മാവൻ പറയുന്ന പോലെ സൂര്യൻ പടിഞ്ഞാറുദിക്കാൻ തുടങ്ങുന്ന അന്നായിരിക്കും. പിന്നെ അമ്മമ്മേ, ഒരു രഹസ്യമുണ്ട്. ആരോടും പറയില്ലെന്ന് വാക്ക് തന്ന ഞാൻ പറയാം. തന്നിരിക്കുന്നു. ദേവയുടെ ആലോചന മുടങ്ങിയതിന്റെ കാരണം എന്താന്നാ അമ്മമ്മ മനസ്സിലാക്കിയിരിക്കുന്നത്? ആ ചെറുക്കൻ ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ കേട്ടത്? അതങ്ങനെ വരൂ. നിന്നെ കളിയാക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചത് അതും മുടങ്ങുമെന്ന്. എന്നാലേ അത് മുടങ്ങാൻ കാരണം ചെറുക്കന് ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല. ദേവയ്ക്ക് വേറൊരാളോട് സ്നേഹോ? അതെ, പ്രേമം. ആരോട്? അതല്ലേ രസം. വലിയ നടനാ, ഈ പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കുന്ന അങ്ങനെ ഒരു നടൻ. പക്ഷെ ആ നടൻ അറിയില്ല കേട്ടോ ദേവയ്ക്ക് ഇഷ്ടമെന്ന്. പക്ഷെ കെട്ടൂന്നാ പറയണേ. അങ്ങനെ കെട്ടാൻ പറ്റുമോ അമ്മമ്മേ? എവിടുന്ന്? ചെറുക്കൻ ഇഷ്ടമില്ലാണ്ട് എങ്ങനെയാ കല്യാണം നടക്കുന്നേ? അതാ ഞാനും ആലോചിക്കണേ. പക്ഷെ ആള് നല്ല വാശിയില്ല. ചെലപ്പോ നടക്കുമായിരിക്കും. ദേവയുടെ യോഗ അതാണെങ്കിലോ? അവളുടെ യോഗ എന്തെങ്കിലും ആവട്ടെ. ഞാൻ നിന്റെ കാര്യം ആലോചിക്കുന്നേ. നിനക്കും വേണ്ടേടി ഒരു കല്യാണം. രാവിലെ എല്ലാരും കൂടി ചിരിച്ചത് അമ്മമ്മ കണ്ടതല്ലേ. എന്നെ കെട്ടാനൊന്നും ആരും വരില്ല അമ്മമ്മ. ഈ തടിയും വെച്ച് എനിക്ക് അങ്ങനത്തെ മോഹങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല, ഭൂമിയിൽ ജനിക്കുന്ന ഓരോ പെണ്ണിനും ഒരാണുണ്ടാവും. അതുപോലെ ഒരാണിനൊരു പെണ്ണും. നീ കണ്ടോ, നിനക്കും ഒരാള് വരും. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അമ്മമ്മ. ചില സന്യാസിനിമാരെ അമ്മമ്മ കണ്ടിട്ടില്ലേ? കല്യാണം കഴിക്കാതെ ഒരായുസ് മുഴുവനും. എന്റെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും. ഒറ്റ സങ്കടമേ ഉള്ളൂ, എന്റെ അമ്മമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്. സംഭവിച്ചാ പിന്നെ ഞാൻ തനിച്ചല്ലേ. മിണ്ടാൻ പോലും ആരും ഉണ്ടാവില്ല. അങ്ങനൊരു ഗതികേട് എന്റെ മോക്കുണ്ടാവില്ല. അതിനു വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട്. നാളെ നേരത്തെ പണിയൊക്കെ തീർക്കണം. നമുക്കൊരിടം വരെ പോവാനുണ്ട്. എങ്ങോട്ടാ അമ്മമ്മ? അതൊക്കെ ഉണ്ട്.